ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, അല്ലാഹു ധനം നൽകിയതായ ഒരാൾ അതിന്റെ സക്കാത്ത് വീട്ടിയില്ലെങ്കിൽ അന്ത്യനാളിൽ അതിനെ വിഷം മുറ്റിയതായ ഒരു സർപ്പമായി മാറ്റപ്പെടുന്നതാ. അതിന് 2 തേറ്റകളുണ്ട്. അന്ത്യനാളിൽ അതിനെ അവന്റെ കഴുത്തിൽ മാലയായി ഇടുകയും ചെയ്യുന്നതാ. എന്നിട്ട് അത് അവനെ കടിച്ചുകൊണ്ട് പറയും, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നീ സൂക്ഷിച്ച സ്വത്താണ് എന്ന്. ആ സർപ്പം ആരാർക്കാണോ അല്ലാഹു തആല ധനം കൊടുത്തത് അവരോടങ്ങനെ വിളിച്ചു പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ആയത്ത് ഓതി, ലാ യഹ്സിബന്നല്ലദീന യബ്ഖലൂൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പറയുകയാ, തീർച്ചയായും അല്ലാഹു തന്റെ ഔദാര്യമായി നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നതായ ആള്, തീർച്ചയായും അല്ലാഹു നൽകിയതായ സമ്പത്ത്, ആ സമ്പത്തിൽ ആരെങ്കിലും പിശുക്ക് കാണിക്കുകയാണെങ്കിൽ അത് അവന് ഗുണമാണ് എന്ന് ആരും കരുതണ്ട, മറിച്ച് അത് അവനക്ക് വലിയതായ ഒരു നാശമാണ് ഉണ്ടാവുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി